പ്രതികരിക്കാറുണ്ട് ഞാൻ പ്രതികരിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിയാടി സംസാരിച്ച് അങ്ങനൊന്നും പ്രതികരിക്കാറില്ല എന്നേ ഉള്ളൂ. എനിക്ക് എന്നെ ഈ ഒരു വിഷ്വൽസ് കിട്ടിയതിന് ശേഷം മീഡിയക്കാര് കാവ്യ മാധവനോട് ചോദിക്കുന്ന ഒരു വീഡിയോയും നമുക്ക് കാണാനിടയായി. അത് കാവ്യ മാധവനോട് ചോദിക്കുമ്പോൾ കാവ്യ മാധവൻ ആദ്യം പ്രതികരിക്കും, ശ്യാമളയുടെ വായിൽ പഴമാണോ? ശ്യാമളയ്ക്ക് ഈ കാവ്യ മാധവന്റെ അമ്മയായ ശ്യാമളയ്ക്ക് എന്തുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചില്ല? അവളോട് ഇത്ര ഭാര്യയും മക്കളുമുള്ള ഒരു പുരുഷൻ വന്ന് എന്തെങ്കിലും ഒന്ന് വാവിളിച്ചെന്ന് കരുതി ഇതിനൊക്കെ മറുപടി പറയണ്ട, കിളിച്ചോണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിനെത്തിയ മഞ്ജു വാര്യരും ദിലീപും കൂടി പരസ്പരം കൈ കൊടുത്തതിനെ കുറിച്ചുള്ള വിമർശനങ്ങളും ഒരുപാട് ചർച്ചകളും ഒരുപാട് വൈറലുമായിരിക്കുന്ന ആ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള ഈ ഒരു വിഷ്വൽസ് കിട്ടിയതിന് ശേഷം മീഡിയക്കാര് കാവ്യ മാധവനോട് ചോദിക്കുന്ന ഒരു വീഡിയോയും നമുക്ക് കാണാനിടയായി. അത് കാവ്യ മാധവനോട് ചോദിക്കുമ്പോൾ കാവ്യ മാധവൻ ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് എനിക്കിതിനകത്തൊന്നും പ്രതികരിക്കാൻ ഇല്ല എന്നുള്ള ഒരു വാക്കുകളാണ് ആദ്യമായിട്ട് കാവ്യ മാധവന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് ഈ മീഡിയക്കാർ വലിയ പ്രകോപനപരമായിട്ട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് ഈ ഭയന്നിട്ടാണോ കാവ്യ മാധവൻ പ്രതികരിക്കാത്തത് എന്ന് മീഡിയക്കാർ ചോദിക്കുമ്പോൾ അതിനാണ് വളരെ പ്രകോപിതമായിട്ട് തന്നെ കാവ്യ മാധവൻ നല്ല ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ്. എനിക്കിതിനകത്ത് പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് അവര് സഹപ്രവർത്തകരാണ്. കാവ്യ മാധവൻ പറയുന്ന പോയിന്റ് ഇതാണ്, അത് സഹപ്രവർത്തകരാണ്. അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള ഒരു ഭാഗമാണ്. അവരെ സഹപ്രവർത്തകരാണ്, ഒന്നിച്ച് സിനിമയിൽ അഭിനയിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് യാതൊരു അതിനകത്ത് പറയാനുള്ളത്, എന്താണ് പ്രതികരിക്കാനുള്ളത്, അതിനകത്ത് തെറ്റൊന്നും കാണുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ കൂടി കാവ്യ മാധവൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഈ മഞ്ജു വാര്യരെ ഒരു കാലത്ത് ഈ ദിലീപിന്റെ ഭാര്യയായിട്ട് ഇപ്പോൾ കാവ്യ മാധവൻ അലങ്കരിക്കുന്ന ഭാര്യ പദവി മഞ്ജു വാര്യര് ഇരുന്നപ്പോൾ ഈ മഞ്ജു വാര്യരും അതേ ഒരു പോയിന്റിലാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സഹപ്രവർത്തകരല്ലേ, സഹപ്രവർത്തകർ ക്ഷയിക്കാൻ കൊടുക്കാറുണ്ട്, തങ്ങളിൽ തമാശ പറയാറുണ്ട്, അവർ ഒന്നിച്ച് വർക്ക് ചെയ്യാറുണ്ട്, ഒന്നിച്ച് യാത്ര ചെയ്യാറുണ്ട്. അതിലപ്പുറം തനിക്കതിനകത്ത് ഒന്നും കാണുവാനില്ല, അല്ലെങ്കിൽ ഒന്നും അതിലേക്ക് ചിന്തിക്കേണ്ട വിഷയമില്ല എന്നുള്ള രീതിയിൽ വളരെ സത്യസന്ധമായിട്ട് ഭർത്താവിന്റെയും കുട്ടിയുടെയും കാര്യം നോക്കി ഇരിക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഭാര്യയായ മഞ്ജു വാര്യരെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇത് തിരിച്ചു ചിന്തിക്കേണ്ട ഈ കാവ്യ മാധവൻ എന്ന് പറയുന്ന ആ അറിവില്ലാത്ത, അതായത് നമുക്കറിയാം കാവ്യ മാധവന്റെ അറിവ് കുറവുകൊണ്ടാണ് അത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. ഭാര്യയായ മഞ്ജു വാര്യരും മകളായ മീനുട്ടിയും ആ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കാവ്യ മാധവൻ അതേ രീതിയിൽ മറ്റൊരു സ്റ്റൈലിൽ ദിലീപിനോട് ഇടപെട്ടത്. മീൻസ് ദിലീപ് ഒരു കാര്യം, അല്ലെങ്കിൽ പുരുഷന്മാർ ഒരു കാര്യം സ്ത്രീകളോട് ഉന്നയിക്കുന്നത് ആദ്യത്തെ ചരിത്രമൊന്നുമല്ല. സ്ത്രീകൾ സഹപ്രവർത്തകരാണെങ്കിലും, അല്ലെങ്കിൽ പല സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നാണെങ്കിലും, അല്ലെങ്കിൽ സമൂഹത്തിൽ പല ആൾക്കാരുടെയും ഇടയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇതുപോലുള്ള കാര്യങ്ങൾ അനുഭവത്തിലില്ലാത്ത സ്ത്രീകൾ തന്നെ ഉണ്ടായിരിക്കില്ല, അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ സ്ത്രീകൾക്കാർക്കും ഇല്ലാതിരുന്നിട്ടല്ല, മറിച്ച് പുരുഷന്മാര് ഏതൊരു രീതിയിൽ ഇടപെട്ടാലും അതിനെ നിലയ്ക്ക് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? സ്ത്രീകളായിട്ടുള്ള ഈ കാവ്യ മാധവൻ ഉണ്ടായിരുന്നു. അതായത് ദിലീപ് ഭാര്യയോട്, എനിക്ക് ഇതിനകത്ത് പേഴ്സണലി പറയാനുള്ളത്, ഈ കാവ്യ മാധവനോട് ദിലീപ് എന്തെങ്കിലും ഒരു കാര്യം റൊമാന്റിക്കലായിട്ട് പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഈ കാവ്യ മാധവൻ എന്താണ് പറയേണ്ടത്? അതായത് നിങ്ങൾക്ക് ഭാര്യയും കുട്ടിയും ഉള്ള ഒരാൾ എന്തിനാണ് എന്നോട് ഇത്തരത്തിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ഇടപെടുന്നത് എന്നുള്ള ഒരു ഒറ്റ പോയിന്റ് കാവ്യ മാധവന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ഒരൊറ്റ നോട്ടം കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. അതാണ് ആ ഒരു പോയിന്റിലാണ് പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ ഇപ്പോൾ ഈ നിമിഷം, അതായത് മഞ്ജു വാര്യർ ഷെയ്ക്കാൻഡ് കൊടുത്തു എന്നുള്ള ഒരു കാര്യങ്ങൾ വൈറലായപ്പോൾ, അല്ലെങ്കിൽ കാവ്യ മാധവനോട് മീഡിയക്കാര് ചോദിക്കുമ്പോൾ ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ, അതായത് ഈ കാവ്യ മാധവൻ മൂലമാണ് മഞ്ജു വാര്യരുടെ ജീവിതം തന്നെ തകർത്തെറിഞ്ഞത്. അത് ഡിവോഴ്സിലെത്തിയത് നമ്മൾ കണ്ടതാണ്. കരഞ്ഞുകൊണ്ടിറങ്ങി പോകുന്ന മഞ്ജു വാര്യരെ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ കാവ്യയുടെ ഈ പ്രതികരണം വളരെ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കുക, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ല രീതിയിൽ ചിന്തിക്കുക. ഭാര്യയും കുഞ്ഞുമുള്ള ഒരാളോട് എന്തിനാണ് വലിയ സംസാരത്തിന് പോകുന്നത്, എന്തിനാണ് വലിയ ആൾ കളിക്കുന്നത്? ഇതിനകത്തൊക്കെ അഹങ്കാരം എന്നല്ലാതെ മറ്റെന്താണ് പേര് പറയാനുള്ളത്? അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാനുണ്ട്. ഈ കാവ്യ മാധവൻ ഭാര്യയും കുഞ്ഞുമുള്ള ഒരാളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഈ ശ്യാമള എന്തുകൊണ്ടാണ് വായിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്? ശ്യാമളയുടെ വായിൽ പഴമാണോ? ശ്യാമളയ്ക്ക് ഈ കാവ്യ മാധവന്റെ അമ്മയായ ശ്യാമളയ്ക്ക് എന്തുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചില്ല? മകളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. അത് നമ്മുടെ ഒരു അത്തരത്തിലുള്ള ഒരു ചിന്താഗതി നമുക്ക് വളരെ മോശപ്പെട്ട കാര്യമാണ്. ദിലീപിന് ഭാര്യയും കുഞ്ഞും ഉണ്ട്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നത് വളരെ ശരിയല്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ ശ്യാമള എന്ന് പറയുന്ന സ്ത്രീ എന്ന് തന്നെ പറയാം, ശ്യാമള എന്ന് പറയുന്ന അറിവില്ലാത്ത സ്ത്രീ, കാവ്യ മാധവൻ എന്ന് പറയുന്ന അറിവില്ലാത്ത സ്ത്രീയോട് എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല? അതാണ് അവരുടെ അറിവുകളെന്ന് നമ്മൾ പറയുന്നത്.
ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ടുള്ള ഓരോ സ്ത്രീകളും ഭാര്യയും മക്കളുമുള്ള ഒരു പുരുഷൻ വന്ന് എന്തെങ്കിലും ഒന്ന് വാവിളിച്ചെന്ന് കരുതി ഇതിനൊക്കെ മറുപടി പറയണ്ട, കിളിച്ചോണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് പിന്മാറേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ, താങ്ക് യു. ഹാപ്പി ഉത്രാട ദിനം.